അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ലിസാനുൽ ഖുർആനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി നുകമ്മിലു ബിൽ മുനാസിബി മിനൽ ഖൗസൈനി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ നിന്നെടുത്ത് ശരിയായവ യോജിപ്പിച്ച് എഴുതണം. ഒന്നാമത്തെ ചോദ്യം റഅയ്തു ഡാഷ് കിത്തൻ. ഇതിൻ്റെ ഉത്തരം സലാസ അശറ. രണ്ടാമത്തെ ചോദ്യം ഫിസ് സുന്ദൂക്കി ഡാഷ് കലമൻ. ഇതിൻ്റെ ഉത്തരം സബഅത അശറ. മൂന്നാമത്തെ ചോദ്യം നദുർസുൽ യൗമ ദർസൻ ഡാഷ്. ഇതിൻ്റെ ഉത്തരം ജദീദ. നാലാമത്തെ ചോദ്യം യാ ബനാത്തി ഡാഷ് റഅ്സ്വകുന്ന. ഇതിൻ്റെ ഉത്തരം ലാ തക്ഷിഫ്ന. അഞ്ചാമത്തെ ചോദ്യം ഡാഷ് അൽ ബിന്ദു ഇലൽ മദ്രസതി. ഇതിൻ്റെ ഉത്തരം ജാഅത്തിൽ. ആറാമത്തെ ചോദ്യം ഡാഷ് അനീസത്തു വഖത്ത ദർസി. ഇതിൻ്റെ ഉത്തരം മാ ലഅബ്ത്. അടുത്തതായി നംല ഉൽ ജദ്വല പൂരിപ്പിക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാക്കുകളുടെ വിട്ടുപോയവ പൂരിപ്പിക്കണം. ഇപ്പോൾ മാലി ജലസ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുളാരി നമ്മൾ പൂരിപ്പിക്കണം. ആദ്യം മാലി, രണ്ടാമത് മുളാരി, മൂന്നാമത് അൽ അംറുൽ ഹാദിർ, നാലാമത് നഹീറു ഗായിബ് പൂരിപ്പിക്കണം. ഇത് ഞാൻ ഓർഡറിൽ പറയാം എല്ലാത്തിൻ്റെയും. ഒന്നാമത്തേത് ജലസ, യജ്ലിസു, ഇജ്ലിസ്, ലാ ബജ്ലിസ്. രണ്ടാമത്തെ ചോദ്യം കാല, യകൂലു, കുൽ, ലാ യകുൽ. മൂന്നാമത്തെ ചോദ്യം നളറ യൻളുറു, ഉൻളുർ, ലാ യൻളുർ. നാലാമത്തെ ചോദ്യം മഷ യംഷി, ഇംഷി, ലി യംഷി. മൂന്നാമതായി നുമയ്യിറു വന്നത്ത വൽ മൻഊത്ത. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്ന് മൻഊത്തും നാഅത്തും വേർതിരിച്ചെഴുതണം തന്നിരിക്കുന്ന ബോക്സിൽ. ഒന്നാമത്തേത് അർ റുജുലുൽ മുഅ്മിനു ലാ യക്ദിബു. ഇതിൽ മൻഊത്ത് അർ റുജുലു, നാഅത്ത് അൽ മുഅ്മിനു. രണ്ടാമത്തെ ചോദ്യം സല്ലംതു അല ബിൻതൈനി സഈറത്തൈനി. ഇതിൽ മൻഊത്ത് ബിൻതൈനി, നാഅത്ത് സഈറത്തൈനി. മൂന്നാമത്തെ ചോദ്യം ഖറിയത്ത് ജമീലത്തുൻ ഫിഹ ഹദീഖത്തുർ റായിയത്തുൻ. ഇതിൽ മൻഊത്ത് ഹദീഖത്തുൻ, നാഅത്ത് റായിയത്തുൻ. നാലാമതായി നുജീബു ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം കൈഫ യുൻശഅൻ നഹിയു മിനൽ മുളാരി. ഇതിൻ്റെ ഉത്തരം മുളാരി ആയ ഫിഇലിൻ്റെ ആദ്യത്തിൽ ലാം എന്ന ഹർഫിനെ ചേർത്തുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് ചെയ്തുകൊണ്ടുമാണ് നഹി ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ചോദ്യം കൈഫ യുകവ്വനുൽ അംറുൽ ഗായിബി മിനൽ മുളാരിയിൽ ഗായിബി. ഇതിൻ്റെ ഉത്തരം മുളാരിയുടെ ആദ്യത്തിൽ കസറാക്കപ്പെട്ട ലാമിനെ ചേർക്കുകയും അവസാനത്തിൽ സുക്കൂന് ചെയ്യലുമാണ്. മൂന്നാമത്തെ ചോദ്യം യകൂനുൽ ഫഅലുൽ മുളാരി മുൻഫിയം മത്ത. ഇതിൻ്റെ ഉത്തരം ഇദാ ദഖല ഹർഫു ലാ ഫി ഔവലിൽ ഫിഅലിൽ മുളാരി. മുളാരി ആയ ക്രിയയുടെ ആദ്യത്തിൽ ലാം എന്ന ഹർഫ് വന്നാൽ. നാലാമത്തെ ചോദ്യം അൽ അംറുൽ ഹാദിരി മാ ഹുവ. ഇതിൻ്റെ ഉത്തരം സാന്നിധ്യത്തിൽ ഉള്ളവരോടുള്ള വിധിരൂപം. അഞ്ചാമതായി നസ്രിഫു പൂരിപ്പിക്കാം. ഒന്നാമത്തേതായി അത്തുറുക്ക് ഡാഷ് അത്തുറുക്കന. ഇതിൻ്റെ ഇടക്കുള്ളത് അത്തുറുക്ക്, അത്തുറുക്ക, അത്തുറുക്കു, അത്തുറുക്കി, അത്തുറുക്ക, അത്തുറുക്കന. രണ്ടാമത്തെ ചോദ്യം ലാ യക്ദിബു ഡാഷ് ലാ യക്ദിബന. ഇതിൻ്റെ ഇടക്കുള്ളത് ലാ യക്ദിബ, ലാ യക്ദിബു, ലാ തക്ദിബ്, ലാ തക്ദിബ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബ്, തക്തുബാനി, യക്തുബന, തക്തുബു, തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബന, അക്തുബു, നക്തുബു. ആറാമതായി നുഅരിബു അറബിയിലാക്കാം. ഒന്നാമത്തെ ചോദ്യം എൻ്റെ ക്ലാസ്സിൽ 15 പെൺകുട്ടികളുണ്ട്. ഇതിൻ്റെ അറബി ഫി സഫി ഹംസ അശറത്ത ബിൻത. രണ്ടാമത്തെ ചോദ്യം എൻ്റെ സഹോദര നീ കളവ് പറയരുത്. ഇതിൻ്റെ അറബി
യാ അഹീല തക്ദിബ് അബദ. ഏഴാമതായി നുതർജിമു, അർത്ഥം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അൽ യദുൽ ഉല്യ ഹൈറും മിനൽ യദി സുഫല. ഇതിൻ്റെ അർത്ഥം താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം ഉയർന്ന കൈയാകുന്നു. രണ്ടാമത്തെ ചോദ്യം, ലിയദുർസു കുല്ല ത്വാലിബിൻ ദർസഹു. ഇതിൻ്റെ അർത്ഥം എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം പഠിക്കട്ടെ. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.